ഹലോ ഡിയർ ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ പ്രിലിംസിനെ മുൻനിർത്തി എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു മൃഗത്തിനെയാണ്, എലിഫന്റ്. അപ്പോൾ എലിഫന്റ് എന്തുകൊണ്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു ന്യൂസ് ആർട്ടിക്കിൾ അത് ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതിലിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. The Union Ministry of Environment and Forest will be celebrating Gaj Utsav 2023 at Kaziranga National Park to celebrate the successful completion of 30 years of Project Elephant. അപ്പോൾ 2023 കാസിരംഗ നാഷണൽ പാർക്കിൽ വെച്ചൊരു ഗജ ഉത്സവം നടന്നു. ഓൾറെഡി നടന്നു കഴിഞ്ഞു കേട്ടോ, നടന്നു. അപ്പോൾ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് അത് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ അഭിമാനമായ പ്രോജക്റ്റ് എലിഫന്റിന്റെ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് 13 ഇയേഴ്സ്, അതായത് പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ചിട്ട് അത് 30 വർഷം സക്സസ്ഫുൾ ആയിട്ട് അത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റി. അപ്പൊ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗജ ഉത്സവം നടത്തിയത്. കാസിരംഗ നാഷണൽ പാർക്കിൽ വെച്ചാണ് നടത്തിയത്. അപ്പൊ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. തക്ഷശിലയുടെ യൂട്യൂബ് ചാനലിൽ അത് കിടപ്പുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ പ്രോജക്റ്റ് എലിഫന്റിന്റെ 30 വർഷം കംപ്ലീറ്റ് ആയതിന്റെ ഒരു സെലിബ്രേഷൻ ഗജ ഉത്സവം എന്നുള്ള രീതിയിൽ നടത്തുകയും ഇന്ത്യൻ പ്രസിഡന്റ് അതിൽ വിശിഷ്ടാതിഥിയായി വരികയൊക്കെ ചെയ്തു. അപ്പൊ അത് പ്രിലിംസ് പെർസ്പെക്റ്റീവില്, UPSC പെർസ്പെക്റ്റീവില് ഈ പ്രോജക്റ്റ് എലിഫന്റും എലിഫന്റ് എന്ന് പറയുന്ന സ്പീഷീസും അതും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രോജക്റ്റ് എലിഫന്റിനെ കുറിച്ചും അതുപോലെ തന്നെ എലിഫന്റ് എന്ന് പറയുന്ന അനിമലിനെ കുറിച്ചും നമ്മൾ ബേസിക് മിനിമം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് പ്രോജക്റ്റ് എലിഫന്റിനെ കുറിച്ചും നോക്കാം. പ്രോജക്റ്റ് എലിഫന്റ് വാസ് ഇനീഷ്യേറ്റഡ് ഇൻ 1992 ആസ് എ സെൻട്രലി സ്പോൺസേഡ് സ്കീം. അപ്പൊ പ്രോജക്റ്റ് എലിഫന്റ് എന്ന് പറയുന്നത് 1992 ആരംഭിച്ച ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അതായത് സെൻട്രൽ തന്നെ ഫുള്ള് ഫണ്ട് ഇറക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ബൈ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഏത് മിനിസ്ട്രിയാണ് അതിന് പിന്നിൽ എന്ന് നോക്കുക. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 1992 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 2023 അത് 30 വർഷം കംപ്ലീറ്റ് ആക്കിയതിന്റെ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു പ്രോജക്റ്റ് എലിഫന്റ് എന്ന് പറയുന്ന ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയത്, അല്ലെങ്കിൽ ആ ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീം മുന്നോട്ട് കൊണ്ടുപോയതിന്റെ ആഘോഷമാണ് നടന്നത്. This project was initiated to protect the Indian elephant. ശ്രദ്ധിക്കുക, ഇന്ത്യൻ എലിഫന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള, ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന മിനിസ്ട്രിയാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ആനയെ കുറിച്ച് പഠിക്കുമ്പോൾ ലോകത്തിൽ എത്ര ടൈപ്പ് ആനയുണ്ടെന്നൊക്കെ നമ്മൾ അറിയണം. ഇപ്പൊ ഇവിടെ ഒരു ടൈപ്പ് ആനയാണ് ഇന്ത്യൻ എലിഫന്റ് എന്ന് പറയുന്നത്. ഒരു ടൈപ്പ് ആനയാണ്. ലോകത്തിൽ പല ടൈപ്പുകൾ ഉള്ളതിൽ ഒരു ടൈപ്പാണ് ഇന്ത്യൻ എലിഫന്റ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് ഞാൻ പിന്നാലെ പറയുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇന്ത്യൻ എലിഫന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എലിഫന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക മാത്രമല്ല, ആൻഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്സ് ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ഡെഡിക്കേറ്റഡ് എലിഫന്റ് റിസർവ്സ് ഫോർ സസ്റ്റൈനിങ് എലിഫന്റ് പോപ്പുലേഷൻസ്. അപ്പോൾ എലിഫന്റിനെയും, ഇന്ത്യൻ എലിഫന്റിനെയും അതിന്റെ ഹാബിറ്റാറ്റിനെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അതുകൂടാതെ ടു എസ്റ്റാബ്ലിഷ് ഡെഡിക്കേറ്റഡ് എലിഫന്റ് റിസർവ്സ് ഫോർ സസ്റ്റൈനിങ് എലിഫന്റ് പോപ്പുലേഷൻ. എലിഫന്റ്സിന്റെ പോപ്പുലേഷൻ സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എലിഫന്റ് റിസർവ്സ്, ഓൾ ഓവർ ഇന്ത്യ എലിഫന്റ് റിസർവുകൾ നിർമ്മിക്കുക എന്നുള്ളതും ഈ പ്രോജക്റ്റിന്റെ ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അപ്പൊ ഈ പ്രോജക്റ്റ് ആനയെയും അതിന്റെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുക എന്നതിനോടൊപ്പം തന്നെ ആനകളുടെ പോപ്പുലേഷൻ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എലിഫന്റ് റിസർവുകൾ നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ പ്രോജക്റ്റിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ദ പ്രോജക്റ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു ദ സ്റ്റേറ്റ്സ് with free
ranging elephant population for the protection of the animals, their habitats and migration corridors. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഈ പ്രോജക്റ്റ് ഇവിടുത്തെ കീവേഡുകൾ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് എന്നാണ്. സെൻട്രലി സ്പോൺസേഡ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് മുഴുവൻ സെൻട്രൽ ആണ് തരിക. എന്നാൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല, ടെക്നിക്കൽ സപ്പോർട്ടും ഉണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇവിടെ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെയുള്ള എലിഫന്റ് റിസർവുകളിൽ, ഇപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും ഇവിടെ സൗത്തിലെ എല്ലാ സ്റ്റേറ്റുകളിലും എലിഫന്റ് റിസർവുകളുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു എലിഫന്റ് റിസർവിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വെറ്റിനറി കെയർ സെന്റർ വേണമെന്ന് വിചാരിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫണ്ട് ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് തരിക. സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അതിന് വേണ്ടിയിരുന്ന ടെക്നിക്കൽ നോഹൗ, ടെക്നിക്കൽ സപ്പോർട്ട് തരും. ഇനി അതിനും അപ്പുറത്ത് ആ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ, ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് ചെയ്യുക. അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഫിനാൻഷ്യൽ സപ്പോർട്ടും ടെക്നിക്കൽ സപ്പോർട്ടും അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് അതിനും അപ്പുറത്ത് ഫുൾ സപ്പോർട്ട്. അതാ പറഞ്ഞൊരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഉദാഹരണമാണ് പറഞ്ഞ ഒരു വെറ്റിനറി കെയർ സെന്റർ പണിയണമെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടുന്ന കാര്യങ്ങൾ വരെയും സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്തു തരും പ്രോജക്ട് എലിഫന്റിന്റെ അണ്ടറിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് വാസ് ഓൾസോ ഇന്റൻഡഡ് ടു അഡ്രസ് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട് ആൻഡ് പ്രൊമോട്ട് വെൽഫെയർ ഓഫ് ക്യാപ്റ്റീവ് എലിഫന്റ്സ്. അപ്പോ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നും ഒരു ഇഷ്യൂ ആണ് അല്ലേ. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ അരിക്കൊമ്പൻ, പടയപ്പ, ഇങ്ങനെ പല ആനകളെ കുറിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റിനെ അഡ്രസ് ചെയ്യാനും ഈ പ്രോജക്ട് എലിഫന്റിൽ അവർ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റീവ് എലിഫന്റ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടും ഇവര് വേണ്ടുന്ന പ്രൊമോഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് പ്രോജക്ട് എലിഫന്റിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞല്ലോ, എലിഫന്റ് റിസർവുകൾ നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു എയിം കൂടിയുണ്ടെന്ന് പറഞ്ഞു. ഇതുവരെയും 2023 വരെയുള്ള ഡാറ്റകൾ പ്രകാരം 33 എലിഫന്റ് റിസർവ്സ് അക്രോസ് 14 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങൾ, മൊത്തം 28 സംസ്ഥാനങ്ങളുണ്ട്. ഇതിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എലിഫന്റ് റിസർവുകളില്ല. പ്രോജക്ട് എലിഫന്റിന്റെ കീഴിൽ 14 സംസ്ഥാനങ്ങളിലായിട്ട് 33 എലിഫന്റ് റിസർവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരമുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് എലിഫന്റിനെ കുറിച്ച് നോക്കാം, എബൌട്ട് എലിഫന്റ്. കാരണം എലിഫന്റ് എന്ന് പറയുന്ന ജീവിയും ഇവിടെ ഇമ്പോർട്ടന്റ് ആകുന്നുണ്ട് UPSC പെർസ്പെക്റ്റീവിൽ. നമുക്കറിയാം, എലിഫന്റ്സ് ആർ ദ ലാർജസ്റ്റ് ലിവിംഗ് ലാൻഡ് അനിമൽസ്. കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മാമലാണ് അല്ലെങ്കിൽ അനിമലാണ് എലിഫന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബ്ലൂ വെയിലിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കരയിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞത്. ആൻഡ് ദ അനിമൽ വിത്ത് ലോങ്സ്റ്റ് ഗസ്റ്റേഷൻ പീരീഡ്, ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഗർഭകാലമുള്ള ഒരു മാമലും കൂടിയാണ് ആര്, എലിഫന്റ് എന്ന് പറയുന്നത്. മിനിമം ഒരു 22 months, അതായത് എറൗണ്ട് ഒരു 2 വർഷമൊക്കെയാണ് ആനയുടെ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അതും കഴിഞ്ഞു പോകാറുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഒരു ആവറേജ് 22 to 24 months ആണ് ഇതിന്റെ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള മാമൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ഗസ്റ്റേഷൻ പീരീഡ്. ഇനി ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പ്രോജക്ട് എലിഫന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാണുന്ന ഏഷ്യൻ എലിഫന്റ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന എലിഫന്റ് ഗ്രൂപ്പ്സിൽ 3 സ്പീഷീസ് ഉണ്ട്. 3 ലിവിംഗ് സ്പീഷീസ് ആർ കറന്റ്ലി റെക്കഗ്നൈസ്ഡ്. 3 ലിവിംഗ് എലിഫന്റ് സ്പീഷീസിനെ ഇതുവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. 2 എണ്ണം ഫ്രം ആഫ്രിക്കയാണ്. ആഫ്രിക്കൻ ബുഷ് എലിഫന്റും ഉണ്ട്, ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റും ഉണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആഫ്രിക്കൻ എലിഫന്റ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ആഫ്രിക്കൻ ബുഷ് എലിഫന്റും ഉണ്ട്, ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റും ഉണ്ട്. ആൻഡ് ഏഷ്യൻ എലിഫന്റ്. ഏഷ്യൻ എലിഫന്റിന്റെ ഇന്ത്യയിലൊക്കെ നമ്മുടെ ഇവിടെ കാണുന്നത് ഏഷ്യൻ എലിഫന്റ് ആണ്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോജക്ട് എലിഫന്റ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ ആനകളിൽ 3 സ്പീഷീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആഫ്രിക്കൻ ബുഷ് എലിഫന്റ്, ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റ് ആൻഡ് ഏഷ്യൻ എലിഫന്റ്. ഇനി എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ ചില പൂർവികർ ഇവർക്കുണ്ട്. മാമോത്സ് ആൻഡ് മാസ്റ്റഡോൺസ്. മാമോത്തിനെ കുറിച്ചും മാസ്റ്റഡോൺസിനെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദേ ആർ ദ എക്സ്റ്റിങ്ക്റ്റ് റിലേറ്റീവ്സ് ഓഫ് എലിഫന്റ്സ്. നമ്മുടെ എലിഫന്റ്സിന്റെ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ, അതായത് ഇന്നതില്ല, ഭൂമുഖത്തില്ല, ദിനോസറൊക്കെ അപ്രത്യക്ഷമായി പോയെന്ന് പറഞ്ഞ കണക്ക്, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയെന്ന് പറഞ്ഞ കണക്ക് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ 2 ആന സ്പീഷീസ് തന്നെയാണ് മാമോത്സും മാസ്റ്റഡോൺസും. ഇതിൽ ദ മാമോത്സ് ആർ മോർ ക്ലോസ്ലി റിലേറ്റഡ് ടു ലിവിംഗ് ഏഷ്യൻ എലിഫന്റ്സ് ദാൻ ആഫ്രിക്കൻ എലിഫന്റ്സ്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏഷ്യൻ ആനകളുടെ പൂർവികനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാമോത്ത് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ ആനകളുടെ പൂർവികൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഏഷ്യൻ ആനകളുമായിട്ടാണ് ഇവൻ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത് എന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം.
ഇനി നമ്മൾ ഈ ആനകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അല്ലെ സ്പീഷീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ UPSC എപ്പോഴും IUCN റെഡ് ലിസ്റ്റും അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടും ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. IUCN റെഡ് ലിസ്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ ബുഷ് എലിഫൻസും ഏഷ്യൻ എലിഫൻസും എൻഡേഞ്ചേർഡ് ലിസ്റ്റിലാണ് വരുന്നത്. ശ്രദ്ധിക്കുക, ആഫ്രിക്കൻ എലിഫൻസിൽ തന്നെ 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ആഫ്രിക്കൻ ബുഷ് എലിഫൻസും നമ്മുടെ ഇവിടെ കാണുന്ന ഏഷ്യൻ എലിഫൻസും എൻഡേഞ്ചേർഡ് ലിസ്റ്റിലാണ് വരിക. എന്നാൽ ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫൻസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. IUCN റെഡ് ലിസ്റ്റിൽ ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫൻസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 നമ്മൾ ആനകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് ഇതിന്റെ കൂടെ പറയണമെന്നുണ്ട്, PPT-യിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ആന എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് കീസ്റ്റോൺ സ്പീഷീസ്. ആനകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കാട്ടിലെ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിലെ കീസ്റ്റോൺ സ്പീഷീസ് കാണും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം എങ്ങനെയാണ് ഇത് കീസ്റ്റോൺ സ്പീഷീസ് ആകുന്നത്. അതായത് അവിടുത്തെ പ്ലാന്റ്സും ഗ്രാസും ഒന്നും ഓവറായിട്ട് വളരാതെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് എലിഫൻസ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ ആ എക്കോസിസ്റ്റത്തിലെ പല സീഡുകളും കൈമാറ്റം ചെയ്യപ്പെടുന്നതും, അതായത് അതിന്റെ വളർച്ച അത് പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തെത്തിക്കുന്നതും ഈ ആനകളാണ്. ട്രാൻസ്പോർട്ടേഷൻ ഇത് കഴിക്കുന്നു, പിന്നീട് വേറെ നടന്നു പോകുന്ന അവർക്ക് അവരുടേതായ ഒരു കൊറിഡോർ ഉണ്ടാവും. ആ കൊറിഡോറിലൂടെ വേറൊരു സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും അവിടെ ആന അതിന്റെ വിസർജ്യമായിട്ട് പുറത്തേക്ക് തള്ളുക. അവിടെ കിടന്നായിരിക്കും ആ മരം വീണ്ടും കിളുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിലെ ഒരു കീസ്റ്റോൺ സ്പീഷീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അനിമൽ കൂടിയാണ് ആന എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം UPSC പെർസ്പെക്റ്റീവിൽ. കീപ് ഗോയിങ്. പുതിയ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.